രമേശിനെ ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നതേ വളരെ ഓർഗനൈസേഷണൽ ഡിസിപ്ലിൻ കൊണ്ടു നടക്കുന്ന ബി ജെ പിയിലെ ഒരു നേതാവായിട്ടാണ്. മാസ് പൊളിറ്റിക്സ് അല്ല, ഓർഗനൈസേഷൻ്റെ ചട്ടക്കൂട്. അപ്പോൾ അത് ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായിട്ട് എങ്ങനെയാണ് അതിനെ ആരോഗ്യകരമായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം? അല്ല, ഏത് പ്രവർത്തനമായാലും നമ്മളൊരു സംഘടനയിൽ പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ സംഘടനയുടെ രീതിക്കനുസരിച്ച്, സംഘടനാ ചട്ടക്കൂട്ടനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഒരു പ്രവർത്തകൻ്റെ. അപ്പോൾ അത് നമ്മൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴും ആ പഥ്യം പാലിക്കുക എന്നുള്ളതാണ്. ചില സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കാം, ചില സമയത്ത് ഇഷ്ടമില്ലാത്തായിരിക്കാം, ചില സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന സീറ്റുകൾ നമുക്ക് കിട്ടണമെന്നില്ല, ഇങ്ങനെയൊക്കെ ഉണ്ടാകും. പക്ഷേ ആത്യന്തികമായിട്ടൊരു പ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ പാർട്ടി എടുക്കുന്ന തീരുമാനത്തിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത്. ഞാനിതുവരെ ശീലിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പം അങ്ങനെ പറയുമ്പോൾ രമേഷിനൊരു സംഘപരിവാറിൻ്റെ ഒരു പശ്ചാത്തലമാണോ പൊതുപ്രവർത്തനത്തിലുണ്ടത്? അതെ, ഞാൻ RSSൻ്റെ ശാഖയിലൂടെ വന്നിട്ടുള്ള ഒരാളാണ്. ഞാനൊരു 10 വയസ്സൊക്കെ പ്രായമുള്ള സമയത്ത്, ഏതാണ്ട് 4ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് RSSൻ്റെ ശാഖയിൽ പോയി പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളതാണ്. അതിനുശേഷം എൻ്റെ കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയായപ്പോൾ ABVP പ്രവർത്തകനായി. ABVPയിൽ നിന്നാണ് യുവമോർച്ചയിലേക്ക് വരുന്നത്. അപ്പോൾ അന്നും ഇന്നും ബേസിക്കലായിട്ട് ഞാനൊരു RSSകാരനാണ്. അതായത് നമ്മൾ പറയുന്ന ഒരു സംഘപരിവാറിൻ്റെ അടിസ്ഥാന തീർച്ചയായിട്ടും തലത്തിൽ തന്നെ വർക്ക് ചെയ്ത് ഗ്രാജുവലായിട്ട് സംഘടന ഇത്രയും തിരഞ്ഞെടുപ്പുകൾ നേരിട്ട് കഴിഞ്ഞപ്പോഴോ ഈ മാസ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഗതിയാണ് നമ്മളെ ചലിപ്പിക്കുന്നത്. തിരഞ്ഞെടുപ്പ് വിജയം, വോട്ട് പിടിക്കുക തുടങ്ങി. അപ്പം രമേശിൻ്റെ ഈ RSSൻ്റെ സംഘടന ചട്ടക്കൂട്ടിലുള്ള പരിചയവും അച്ചടക്കത്തിൻ്റെ വലിയൊരു മേൽക്കൈയും ഒക്കെയുള്ള ആൾക്ക് ഈ മാസ് പൊളിറ്റിക്സിലേക്ക്, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പം അതിലേതെങ്കിലും തരത്തിലുള്ള ഒരു സ്മൂത്ത്നെസ് കുറവ് തോന്നിയിട്ടുണ്ടോ? അല്ല, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കാരണം നമ്മളൊരു സംഘടനാ ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് ജനങ്ങളെ സമീപിക്കാൻ പരിശ്രമിക്കുക. അതിൻ്റെ അർത്ഥം ജനങ്ങളുടെ കൂടെ നീങ്ങാതിരിക്കുക എന്നുള്ളതല്ല, ഓപ്പോസിറ്റായിട്ട് നീങ്ങുക എന്നില്ല. നാം ജനക്കൂട്ടത്തിനൊപ്പമാണ് സഞ്ചരിക്കുന്നത്. പക്ഷേ ജനക്കൂട്ടത്തിനൊപ്പം സഞ്ചരിക്കുമ്പോൾ നാം സ്വയമേവ ശീലിക്കേണ്ട നമ്മുടെ ചില പഥ്യങ്ങളുണ്ട്. അത് നമുക്ക് ഗുണമായിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഓരോ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോഴും എനിക്ക് വോട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് മത്സരിക്കുന്നത് 2001 ചെങ്ങന്നൂർ അസംബ്ലി മണ്ഡലത്തിലാണ്. അന്ന് ഒരു സന്ദർഭത്തിൽ ഞാൻ ഒരു ലീഡ് ചെയ്തു. കേരളത്തിൽ ഓപ്പോസിറ്റ് അന്ന് ശോഭന ജോർജ്. ഒരു സന്ദർഭത്തിൽ ഒരു 5 മിനിറ്റൊക്കെ നിന്നുള്ളൂ, പക്ഷേ ഞാനന്ന് ലീഡ് ചെയ്തു. അന്ന് ഏറ്റവും കൂടുതൽ വോട്ടും എനിക്ക് സമാഹരിക്കാം, ചെങ്ങന്നൂരിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ടും എനിക്ക് സമാഹരിക്കാൻ സാധിച്ചു. 2001 ഞാനന്ന് യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പത്തനംതിട്ട ലോകസഭയിൽ മത്സരിക്കുമ്പോൾ 2004 ഞാൻ കോഴിക്കോട് മത്സരിച്ചു. ഞാൻ കോഴിക്കോട് മത്സരിക്കുന്ന സമയത്ത് കോഴിക്കോട് 80,000 വോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കത് 1,00,000-ഓളം വോട്ടാക്കി വർദ്ധിപ്പിക്കാൻ സാധിച്ചു. പത്തനംതിട്ടയിൽ ഞാൻ മത്സരിക്കുമ്പോൾ പത്തനംതിട്ട പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഞാൻ വൈകിയാണ് എൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. 2014 ഞാൻ സത്യത്തിൽ മത്സരിക്കാൻ താല്പര്യമില്ലാതെ മാറുന്ന ഒരാളാണ്. പക്ഷേ ചില സാഹചര്യങ്ങൾ കൊണ്ട് നിർബന്ധപൂർവ്വം മത്സരിക്കേണ്ടി വന്നു. അന്ന് പത്തനംതിട്ടയിൽ ഞാൻ മത്സരിക്കുമ്പോൾ അവിടെ പത്തനംതിട്ടയിൽ BJPക്ക് ആകെ 56,000 വോട്ടാണ് 2009 തിരഞ്ഞെടുപ്പ് കിട്ടിയത്. പക്ഷേ 2014 എനിക്കത് 1,38,000 വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിച്ചു. അതിനുശേഷം 2016 ഞാൻ ആറന്മുള മണ്ഡലത്തിൽ മത്സരിച്ചു. ആറന്മുള മണ്ഡലത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ട് എനിക്കാണ് കിട്ടിയത്. കാരണം ഞാൻ 2016 ആറന്മുള മത്സരിക്കുമ്പോൾ ആറന്മുളയിൽ അന്ന് തൊട്ട് മുമ്പ് തിരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടിയത് 10,000 വോട്ട്. അതാണ് ആറന്മുളയിലെ ഏറ്റവും വലിയ വോട്ട്, 10,000 വോട്ടായിരുന്നു. എനിക്കത് 39,000 അതായത് 40,000 അടുത്ത് വരെ വോട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിച്ചു. പക്ഷേ ഒരു BJP സ്ട്രോങ് ഹോൾഡായിട്ടല്ലേ? BJP സ്ട്രോങ് ആണ്, പക്ഷേ വോട്ട് അങ്ങനെ കാര്യമായിട്ട് കിട്ടാറുണ്ടായിരുന്നില്ല. കാരണം മാക്സിമം അവിടെ കിട്ടിയ വോട്ട് 10,000 വോട്ടാണ്. അതെനിക്ക് ഒരു 39,000 വർദ്ധിപ്പിക്കാൻ സാധിച്ചു. അതുകൊണ്ട് എനിക്ക് ഈ സംഘടനാപരമായിട്ടുള്ള ഒരു ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് സംഘടനാ പഥ്യം അനുസരിച്ചുകൊണ്ട് പൊതുപ്രവർത്തനം നടത്തുമ്പോഴും ജനങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്കൊരു മടിയുമില്ല. പിന്നെ നമ്മൾ ഈ വലിയ നാടകങ്ങളും നടത്താറില്ല. അത്തരം നാടകങ്ങൾ മാസ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അഭിനയവും നാടകവുമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. നമുക്ക് ജനങ്ങളുമായിട്ട് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തയ്യാറായാൽ അവർക്കത് മനസ്സിലാകും.
അതാണ് യഥാർത്ഥമായ മാസ് പൊളിറ്റിക്സ്. ഇപ്പൊ രമേശ് പറയുന്നത് തന്നെ രമേശിന്റെ ക്യാരക്ടറിന്റെ ഒരു റിഫ്ലക്ഷനാണ്. അപ്പൊ രമേശ് പറഞ്ഞ ഈ കണക്കുകളിൽ ആനുപാതികമായിട്ട് വർധന വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊരു വലിയ പോസിറ്റീവ് ഘടകമാണ്. പക്ഷേ അതിനനുസരിച്ച് ആനുപാതികമായി സംഘടന കൂടി വലുതാകുന്നുണ്ടായിരുന്നു. അതെ, അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് കൂടി ആയിരിക്കുമല്ലോ. തീർച്ചയായിട്ടും. കാരണം വ്യക്തിപരമായിട്ട് വളരെ പരിമിതമാണ്. അത് ഏത് സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. ഓരോ സ്ഥലത്തും നമ്മുടെ പാർട്ടിയുടെ സംഘടനാപരമായിട്ടുള്ള ശക്തിയും ആ പാർട്ടിക്ക് ആ പ്രദേശത്തുള്ള ജനങ്ങളുമായിട്ടുള്ള ബന്ധവും ഒക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് വോട്ട് വർദ്ധിക്കുക. അതിൻ്റെ കൂടെ സ്ഥാനാർത്ഥി എന്നുള്ളൊരു ഘടകമാണ്. സ്ഥാനാർത്ഥി മാത്രമുള്ളത് കൊണ്ട് BJP ഒരിക്കലും ഒരിടത്തും ജയിച്ചിട്ടില്ല. കാരണം BJP സാധാരണ ജയിക്കുന്നത് ഒന്ന് നമ്മുടെ കാൻഡിഡേറ്റ് ഒരു ഘടകമാണ്, നാം ചില വിഷയങ്ങളോട് സ്വീകരിക്കുന്ന സമീപനങ്ങൾ പ്രധാനമാണ്, അവിടുത്തെ പാർട്ടി സംഘടനാ മിഷനറി ഒരു പ്രധാനപ്പെട്ടതാണ്. ഇത് മൂന്ന് കോമ്പിനേഷൻ ഒരുമിച്ച് വരുമ്പോഴേ BJP ജയിച്ചിട്ടുണ്ട്. ഓക്കെ, അത് അങ്ങനെ പറയുമ്പോൾ തന്നെ അതിലൊരു ഘടകം നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥിയുടെ മികവ്. ഈ സ്ഥാനാർത്ഥി മികവ് പലപ്പോഴും നമുക്കിപ്പം രമേശിൻ്റെ കാര്യത്തിൽ രമേശ് കോഴിക്കോടുകാരനാണ്. പലപ്പോഴും രമേശ് കോഴിക്കോടിനേക്കാൾ മത്സരിച്ചിട്ടുള്ളത് മറ്റു മണ്ഡലങ്ങൾ. അത് ഈ നമ്മൾ ഈ മണ്ഡലം അപരിചിതത്വം എന്നുള്ളൊരു ഘടകം വരുമോ? ഇത് എനിക്കങ്ങനെ തോന്നിയില്ല. കാരണം എനിക്ക് കേരളത്തിൽ ഒരു സ്ഥലം അപരിചിതമല്ല. കാരണം ഞാൻ എൻ്റെ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ ഉടനെ ഞാൻ കോഴിക്കോട് നിന്ന് പുറത്തു പോയിട്ടുള്ള ഒരാളാണ്. ആദ്യം ABVPയുടെ മുഴുവൻ സമയ പ്രവർത്തകനായി, പിന്നീട് യുവമോർച്ചയുടെ മുഴുവൻ സമയ പ്രവർത്തകനായി കേരളത്തിലെ ഏതാണ്ട് എല്ലാ ജില്ലകളിലും ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ കുറേ കാലം കണ്ണൂരായിരുന്നു എൻ്റെ കേന്ദ്രം. അത് കഴിഞ്ഞ് തൃശ്ശൂരിലായി, പിന്നെ തിരുവനന്തപുരമായി. അങ്ങനെ ഏതാണ്ട് കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഞാൻ BJPയുടെ ചുമതല വന്ന സമയത്തും ഞാൻ കേരളത്തിലെ എല്ലാ ജില്ലയിലും ചുമതല വഹിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ജില്ലയെക്കുറിച്ചും ആ ജില്ലയുടെ ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചും അവിടുത്തെ മറ്റു പാർട്ടിയിൽപ്പെട്ട പ്രവർത്തകന്മാരെക്കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ട് ധാരണയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ചെങ്ങന്നൂർ മത്സരിക്കുമ്പോഴും ആറന്മുളയിൽ മത്സരിക്കുമ്പോഴും പത്തനംതിട്ട മത്സരിക്കുമ്പോഴൊക്കെ എനിക്ക് കോഴിക്കോട് നിന്ന് മത്സരിക്കുന്ന ഫീലിംഗ് തന്നെയാണ്. എനിക്കൊരു പുതുമയൊന്നും തോന്നിയില്ല. അവർക്കും പുതുമയൊന്നുമില്ല. കാരണം അവർ എന്നെ കാണുന്നതാണ്, സ്ഥിരമായി കാണുന്നതാണ്. ഞാനിപ്പോൾ പത്തനംതിട്ട മത്സരിക്കുന്ന സമയത്ത് ആളുകളെ ധാരണ ഞാനൊരു തെക്കൻ ജില്ലക്കാരനാണെന്ന്. ഞാൻ കോഴിക്കോട്ടുകാരനാണ് എന്ന് എൻ്റെ പ്രൊഫൈൽ വായിച്ചതിന് ശേഷമാണ് അവർക്ക് മനസ്സിലായത്. കാരണം അവർ സ്ഥിരമായിട്ട് എന്നെ കാണുന്നുണ്ട് അവിടെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് പക്ഷേ അങ്ങനെ പറയുമ്പോഴും നമുക്കൊരു മണ്ഡലം, അതായത് ഇപ്പോൾ നമ്മൾ കേരളത്തിലെ മാത്രം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എടുത്താൽ തന്നെ ഇവിടുത്തെ ഒരു പകുതിയിലേറെ MLA-മാരും ഏതെങ്കിലും ഒരു മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക, ആ മണ്ഡലത്തെ പാമ്പർ ചെയ്ത് ആ മണ്ഡലത്തിൽ ഒരു വലിയ, അതായത് വേറൊരു സ്ഥാനാർത്ഥി വന്നാലും മറികടക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു പോപ്പുലാരിറ്റി ഉണ്ടാക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു മണ്ഡലത്തെ കൾച്ചർ ചെയ്തെടുക്കാനുള്ളൊരു സാധ്യത രമേശിന് അത് എനിക്ക് വ്യക്തിപരമായിട്ടും ഉണ്ടായിട്ടില്ല. പൊതുവേ കേരളത്തിൽ BJP നേരിടുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം ദേശീയ നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നതാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഒരു കാരണം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, അവിടെ 2ാം സ്ഥാനത്ത് വന്നു കഴിയുമ്പോൾ വീണ്ടും ആ മണ്ഡലത്തെ കേന്ദ്രീകരിക്കാനുള്ള ഒരു പരിശ്രമം ഉണ്ടാകും. BJP എപ്പോഴും 3ാം സ്ഥാനത്താണല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കേന്ദ്രീകരിക്കാൻ ഉള്ള സാഹചര്യങ്ങളും സാധ്യതകളും കുറവാണ്. പക്ഷേ അങ്ങനെ കേന്ദ്രീകരിക്കണം. ഇപ്പോൾ ഞാൻ 2016 ആറന്മുള മത്സരിച്ചു. സ്വാഭാവികമായിട്ട് 2021 ആറന്മുള തന്നെ മത്സരിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു താല്പര്യം. ഞാനത് പറയുകയും ചെയ്തിട്ടുള്ളതാണ്. കാരണം ഒരു പ്രാവശ്യം കൂടി എനിക്ക് മത്സരിച്ചാൽ അതിൻ്റെ ഗുണം കിട്ടുമായിരുന്നു. പക്ഷേ മറ്റു പല സാഹചര്യങ്ങളും വന്നപ്പോൾ അവിടെ വേറൊരു കാൻഡിഡേറ്റിനെ വരുത്തുന്നുണ്ട്. നമ്മുടെ ചില കോമ്പിനേഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ വന്നപ്പോൾ എനിക്ക് കോഴിക്കോടേക്ക് മാറേണ്ടി വന്നു. ഇത് തന്നെയാണ് ഞാൻ 2014 പത്തനംതിട്ട മത്സരിച്ചു. 2014 പത്തനംതിട്ട മത്സരിച്ചപ്പോൾ എനിക്ക് ഏറ്റവും വലിയ വോട്ട് പത്തനംതിട്ട പാർലമെൻറ്റ് വലുത് കിട്ടി. BJP പോലും ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത വോട്ടായിരുന്നു. അപ്പോൾ 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഞാൻ പത്തനംതിട്ട മത്സരിക്കാൻ താല്പര്യപ്പെട്ടതാണ്. പക്ഷേ ശബരിമല പ്രക്ഷോഭത്തിന് ശേഷം എന്നേക്കാൾ കുറച്ചുകൂടി വിന്നബിലിറ്റി സുരേന്ദ്രനാണ് ഉള്ളത് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് സുരേന്ദ്രൻ മത്സരിച്ചത്. ഞാൻ ആ പ്രാവശ്യം മത്സരിച്ചില്ല. അപ്പോൾ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട്, എൻ്റെ വ്യക്തിപരമായ കാരണങ്ങൾക്കപ്പുറത്ത് മറ്റു പല കാരണങ്ങൾ കൊണ്ട് ഒരു മണ്ഡലം കോൺസെൻട്രേറ്റ് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യാത്തതുകൊണ്ടല്ല, വീണ്ടും മത്സരിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. പിന്നെ ഞാൻ മത്സരിച്ചൊരു മണ്ഡലത്തിൽ ഞാൻ 5 വർഷം പ്രവർത്തിച്ചു. അവിടെ തന്നെ മത്സരിക്കണം എന്നുള്ള വാശിയൊന്നും പാർട്ടി നേതൃത്വത്തിന് മുമ്പിൽ ഞാൻ കാണിച്ചില്ല. കാരണം പാർട്ടി നേതൃത്വം പല പരിഗണനകൾ പറഞ്ഞുകൊണ്ട് ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുക. അപ്പോൾ പക്ഷേ ഈ പറഞ്ഞൊരു ഒരു പ്രായോഗിക പ്രശ്നം അത് പാർട്ടി തന്നെ നേരിടുന്നതാണെന്നാണ് ഏകദേശം പറഞ്ഞത് അല്ലേ? അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ ചില മത്സരങ്ങളിൽ നമ്മൾ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ 2 മണ്ഡലത്തിൽ കാണുന്നുണ്ട്. അത് ഒഴിവാക്കാമായിരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമല്ലേ? തീർച്ചയായിട്ടും അത് കേരളത്തെ പോലെ സംസ്ഥാനത്തിന് ഒട്ടും ഗുണകരമല്ല. കാരണം ഒരു നിയമസഭയിൽ നാം മത്സരിക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് നമ്മൾ അവിടെ ഉണ്ടാകണമെന്നുള്ളതാണ്. ഇപ്പോൾ 2 സ്ഥലത്തൊരാൾ മത്സരിക്കുമ്പോൾ ഒരു മണ്ഡലം ഒഴിവാക്കണം എന്നുള്ള നിർബന്ധമാണ്.
രണ്ട് മണ്ഡലത്തിലെയും ആൾക്കാർക്ക് സംശയമുണ്ടോ ഏത് മണ്ഡലമാണ് ഒഴിവാക്കപ്പെടുക എന്നുള്ളത്. അങ്ങനെ ഒരു സംശയത്തിൻ്റെ മുന്നിൽ നിർത്തേണ്ട ആവശ്യമില്ല. കാരണം കേരളത്തിൽ അങ്ങനെയുണ്ട്. കേരളത്തിൽ അങ്ങനെ രണ്ട് മത്സരത്തിൽ മാത്രമേ ഉള്ളൂ. കരുണാകരൻ മാത്രമേ അങ്ങനെ വേറെ രാഷ്ട്രീയ കാലമായിരുന്നു. അതൊരു സാഹചര്യം. അത് മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം രണ്ട് മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ ഓരോ മണ്ഡലവും അത് അദ്ദേഹത്തെ ജയിപ്പിക്കണമെന്ന് ആഗ്രഹമാണ്. കാരണം മുഖ്യമന്ത്രിയുടെ മണ്ഡലമാണ്. പക്ഷെ കരുണാകരൻ മണ്ഡലത്തിൽ പിന്നെ ആരങ്ങനെ മത്സരിച്ചില്ല. കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ അത്തരം മത്സരത്തെ ആരോഗ്യകരമായിട്ടല്ല വോട്ടർമാർ കാണുക. ഒരു ബാഡ് സിഗ്നലായിട്ടാണ് ആളുകൾ കാണുന്നത്. അതായത് വേറൊരു സ്ഥാനാർത്ഥി കൂടി വരികയാണെങ്കിൽ അദ്ദേഹം സമാഹരിക്കുന്ന വോട്ടുകൾ, അദ്ദേഹം ഉണ്ടാക്കുന്ന കോൺടാക്ട്സ്, അദ്ദേഹം ഉണ്ടാക്കുന്ന കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ പാർട്ടിക്ക് ലോങ് ടൈമിൽ ഗുണകരമായിത്തീരുമായിരുന്നു. തീർച്ചയായിട്ടും സംശയമില്ല. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അന്നത്തെ പ്രസിഡന്റ് സുരേന്ദ്രൻ മഞ്ചേശ്വരത്തും കോന്നിയിലും മത്സരിച്ചു. സത്യത്തിലത് സുരേന്ദ്രൻ്റെ വ്യക്തിപരമായ തീരുമാനമായിരുന്നില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സുരേന്ദ്രൻ്റെ വ്യക്തിപരമായ അതിനെതിരായിരുന്നു. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ അഭിപ്രായം പാർട്ടി നേതൃത്വത്തോട് പറഞ്ഞതാണ്. സുരേന്ദ്രൻ പറഞ്ഞിട്ടുള്ളതാണ് കേരളത്തിലത് ഗുണകരമല്ല. പക്ഷേ പാർട്ടി കേന്ദ്ര നേതൃത്വം അങ്ങനെ തീരുമാനിച്ചപ്പോൾ അനുസരിക്കാൻ അദ്ദേഹം നിർബന്ധനായത്. പക്ഷേ ഞാനിപ്പോഴും വിശ്വസിക്കുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് മാത്രമായിരുന്നു മത്സരിച്ചെങ്കിൽ ജയിക്കുമായിരുന്നു. കാരണം 800 വോട്ടിനാണ്. അയാൾക്ക് എത്ര സമയം അവിടെ കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്? ഒരു നിയമസഭാ മണ്ഡലത്തിൽ 800 വോട്ട് എന്ന് പറഞ്ഞത് ഒരു ബൂത്തിൽ ഒരു 10-40 വോട്ടേ ഉള്ളൂ മരണമുള്ളൂ. പരമ്പരാഗതമായി BJP ജയിക്കാമായിരുന്നു. അപ്പോൾ അതൊരു പാഠമാണ് പാർട്ടി കേന്ദ്ര നേതൃത്വത്തിനായാലും അതൊരു പാഠമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതും അവരും അത് ഉൾക്കൊണ്ടിട്ടുണ്ട്. പക്ഷെ അത് കേരളത്തെ പോലെ സംസ്ഥാനത്തൊട്ടും ഗുണകരമായിട്ടുള്ള തീരുമാനമാണ്. പക്ഷെ എന്തായിരുന്നു അതിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം? അങ്ങനെ കേന്ദ്ര നേതൃത്വം അങ്ങനെ ഒരു തീരുമാനം എടുക്കും അറിയില്ല. നമുക്ക് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഒരു തീരുമാനമാണ്. നാം നമ്മുടെ അഭിപ്രായം പറഞ്ഞു. എന്തുകൊണ്ട് തീരുമാനിച്ചു എന്നുള്ളത് ശബരിമല അതിലൊരു ഘടകമായിരുന്നു. ശബരിമലയുടെ സമയത്തല്ലല്ലോ തിരഞ്ഞെടുപ്പ്. ശബരിമല കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞതിന് ശേഷമല്ലേ തിരഞ്ഞെടുപ്പ് നടത്തിയിട്ടുള്ളത്. ശബരിമല വിഷയങ്ങളിൽ ഉണ്ടാക്കിയ അതെനിക്ക് തോന്നിയിട്ടുള്ളത് മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ അടുത്ത് തൊട്ട് മുമ്പ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 80 വോട്ട് തോറ്റ സ്ഥലമാണ്. അതുകൊണ്ട് മഞ്ചേശ്വരത്തിന് നിൽക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. പക്ഷെ അതോടൊപ്പം കോന്നിയും പരിഗണിച്ചു. അതിൻ്റെ കാരണം പാർട്ടി കേന്ദ്ര നേതൃത്വമാണ്. നമുക്കതിനെക്കുറിച്ച് അറിയില്ല. അത് പിന്നെ നമ്മളെവിടെയും അതങ്ങനെ ഓപ്പൺ ചെയ്തിട്ടില്ല. അതൊരു ഗുണകരമായില്ല എന്ന് പൊതുവെ അഭിപ്രായം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഇനി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നില്ല. കാരണം നമ്മളൊരു പരീക്ഷണം നടത്തി ആ പരീക്ഷണം ഗുണകരമല്ല എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ആ പരീക്ഷണം ആവർത്തിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ രമേശ് പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും അത് കറക്റ്റായിരിക്കും തന്നെ. ഈ സ്ഥാനാർത്ഥി മികവ് എന്നുള്ളത് അല്ലെങ്കിൽ സ്ഥാനാർത്ഥി ഉള്ള മാസ് കോണ്ടാക്ട് എന്നുള്ളത് ഒരു പാർട്ടിക്ക് ഗുണകരമായ ഒരു ഇൻസ്റ്റൻസ് ആയിരുന്നു ഒ രാജഗോപാലിൻ്റെ. ഒരു വിജയം ഉണ്ടായിട്ടുള്ളത് കേരളത്തിൽ. വേറൊരു തലമുറയുടെ തുടർച്ചയായിരുന്നു അത്. KG മാരാർക്ക് ഉണ്ടായിരുന്നു. അപ്പം അത്തരം മാസ് പൊളിറ്റിക്സിനെ കൾച്ചർ ചെയ്യുന്ന നേതാക്കന്മാർക്ക് ഷോർട്ടേജ് ഉണ്ടോ BJPയിൽ? ഷോർട്ടേജ് ഇല്ല. പക്ഷേ ഞങ്ങളത് എണ്ണം ആ നിലവാരത്തിലേക്ക് എത്താൻ വേണ്ടി ആളുകൾ പരിശീലിപ്പിച്ചു. ഇപ്പോൾ രാജേട്ടനൊക്കെ ഒരു 10-60 വർഷക്കാലത്തെ പൊതുപ്രവർത്തന പാരമ്പര്യമുണ്ട്. ആ എക്സ്പീരിയൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയൊന്നും ആർക്കും സ്ഥിരമായി രാഷ്ട്രീയത്തിൽ നിൽക്കുക എന്നത് അത്ര എളുപ്പത്തിൽ സംഭവിക്കുന്ന കാര്യമല്ല. അദ്ദേഹം ഓരോ തിരഞ്ഞെടുപ്പ് പരാജയമുണ്ടായിട്ടും അവസാന നിമിഷവും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറായിട്ടുള്ള ഒരാളാണ്. ആ ദീർഘമായിട്ടുള്ള കാത്തിരിപ്പും ക്ഷമയുമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മാസ് അപ്പീലിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അത്തരം ആളുകൾ പൊതുവെ BJPയിൽ മാത്രമല്ല പൊതു രാഷ്ട്രീയത്തിൽ തന്നെ വളരെ അപൂർവം. ഇപ്പോൾ വളരെ പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരാണ്. ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ തന്നെ ജയിക്കണം, മന്ത്രിയാവണം എന്ന് ആഗ്രഹിക്കുന്ന തലമുറയാണ് ഇന്നത്തെ കാലഘട്ടത്തിലുള്ളത്. നമ്മളൊരു 10-15 വർഷം വേണമെങ്കിൽ 2-3 തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടാണ് ഒരാൾ ജയിക്കുക. 2-3 പ്രാവശ്യം ജയിച്ചാലാണ് ഒരാൾ മന്ത്രിയാവുക. ഇങ്ങനെയൊക്കെയാണ് സാധാരണ. ഇല്ലെങ്കിൽ അത്രയും എക്സ്പീരിയൻസ് ഉള്ള പൊതുപ്രവർത്തന പാരമ്പര്യം വേണം. അങ്ങനെയൊന്നുമില്ലാതെ വളരെ പെട്ടെന്ന് വരികയാണ്. പക്ഷേ സ്ഥാനാർത്ഥിയുടെ ഈ ബഹുജന സമ്പർക്കം എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം പാർട്ടി ചിഹ്നം ഉള്ളത് കൊണ്ട് മാത്രം ഈ കാലഘട്ടത്തിൽ ആരും ജയിക്കില്ല. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ പുതിയ തലമുറ അവർ ചിഹ്നം ഏതാണെന്ന് നോക്കുന്നില്ല, ആളാരാണെന്ന് നോക്കുന്നവർ കൂടുതൽ. അവർക്ക് ആളുകളുടെ ബിഹേവിയർ എന്താണ്, ആളുകളുടെ ഇടപെടൽ എങ്ങനെയാണ്, വിഷയങ്ങളുള്ള സമീപനം എങ്ങനെയാണ്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് പുതിയ കാലഘട്ടത്തിൽ സ്ഥാനാർത്ഥിയുടെ മികവ് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഈവൻ
സാമുദായികമായിട്ടുള്ള കോമ്പിനേഷൻസ് പോലും ഘടകമല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ. വ്യക്തിപരമായ ഒരു സ്ഥാനാർത്ഥിയുടെ പ്രകടനം, പ്രത്യേകിച്ചും ഈ വളരെ സോഷ്യൽ മീഡിയ ഒക്കെ സജീവമായതുകൊണ്ട് നമ്മുടെ ഓരോ ചലനവും ആളുകൾ ഒപ്പിയെടുക്കും. മറ്റൊന്നും അറിയില്ല. നമ്മളൊരു ക്യാമ്പയിനിൽ പോകുന്ന സമയത്ത് ഈ ആളുകൾ ഉണ്ടാവുള്ളൂ. അത് 1-2 ദിവസമാണ് നമ്മുടെ കൂടെ ചാനൽ ഉണ്ടാവുക. ബാക്കി ഇതൊന്നും അറിയില്ല. ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ ഓൺ ദ മൊമെൻ്റ് മുതൽ നമ്മുടെ ഓരോ ചലനങ്ങളും ഒപ്പിയെടുക്കുകയാണ്. അപ്പോൾ എല്ലാ ആൾക്കാർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇടപെടൽ എങ്ങനെയാണ്, നമ്മുടെ ബിഹേവിയർ എങ്ങനെയാണ്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ആളുകൾക്ക് അരോചകമാകുന്ന രീതിയിൽ സംസാരിച്ചാലും ഇടപെട്ടാലും ജനങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളതാണ് ഈ BJP അങ്ങനെ ഒരു ശ്രമം ബോധപൂർവ്വം നടത്തുന്നുണ്ടോ? അത്തരം ഉള്ള ഒരു പൊളിറ്റിക്കൽ കൾച്ചർ ബിൽഡ് ചെയ്യാനും അങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒരു പാർട്ടി എന്നുള്ളതിലൊക്കെ ശ്രമത്തിനപ്പുറത്ത് ഇതൊക്കെ ഒരു വ്യക്തിപരമായി കൂടി ഉണ്ടാക്കേണ്ടതാണ്. നമുക്കൊരു ഒരു ഒരു ക്യാൻവാസ് ഉണ്ടാക്കാനേ സാധിക്കുള്ളൂ, ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കാനേ സാധിക്കുള്ളൂ. പൊതുപ്രവർത്തകരിൽ നിന്ന് BJPയുടെ ഒരു പൊതുപ്രവർത്തകരിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്നുള്ള ഒരു ക്യാൻവാസ് ഉണ്ടാക്കാനും സാധിക്കും. പാർട്ടി കേന്ദ്ര നേതൃത്വം എപ്പോഴും ഞങ്ങളോട് പറയുന്നതാണ്, നിങ്ങൾ ജനങ്ങളുടെ ഇടയിലാണ് നിൽക്കേണ്ടത്. എത്ര കൂടുതൽ ജനങ്ങൾക്കിടയിൽ ജനങ്ങളുടെ ഇടയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് സ്വീകാര്യമാകുന്ന രീതിയിൽ നിങ്ങൾ ഇടപെടുന്നുണ്ടെന്നുള്ളതാണ്, അല്ലാതെ ജനങ്ങൾക്ക് വിരോധം ഉണ്ടാക്കുന്ന രീതിയിലല്ല. അങ്ങനെ വേണമെന്നാണ് കേന്ദ്ര നേതൃത്വം എപ്പോഴും പറയുന്നത്. അത് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതെങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തിലൂടെയും നമ്മുടെ പെരുമാറ്റത്തിലൂടെയും നമ്മുടെ പരിശ്രമത്തിലൂടെയും എങ്ങനെയാണ് എത്തിക്കേണ്ടതെന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നതാണ്. പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ആളുകളെല്ലാവരും ഈ ബഹളം വെക്കലാണ് പ്രധാനം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ലങ് പവർ. പക്ഷേ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കാരണം നിങ്ങളങ്ങനെ വലിയ ആക്രോശമൊന്നും വേണ്ട. വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ പറഞ്ഞാലും ജനത്തിന് മനസ്സിലാവും. അങ്ങനെ മനസ്സിലാക്കുന്നവരാണ് ഭൂരിപക്ഷം. മറ്റത് വളരെ ലിമിറ്റാണ്. 2 രാഷ്ട്രീയ സംസ്കാരമാണ്. നമ്മൾ പറയേണ്ട കാര്യങ്ങൾ ആശയ വ്യക്തതയോടുകൂടി പറയുക, ക്ലാരിറ്റിയോടുകൂടി പറയുക, നമുക്ക് കൺവിൻസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുക. കേൾക്കുന്ന ആൾക്കാർക്ക് തോന്നണം നമ്മൾ പറഞ്ഞത് തെറ്റായാലും ശരിയായാലും നമുക്കത് കൺവിൻസിങ് ആണ്, അതിൽ നമുക്കൊരു ക്ലാരിറ്റി കുറവില്ല എന്ന് ആളുകൾക്ക് ബോധ്യമാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ രമേശ് പറഞ്ഞ ഈ ഘടകം വളരെ പ്രധാനമാണ്. ഇത്തരം ഒരു ജനറേഷൻ ഓഫ് ലീഡേഴ്സ് വളർന്നു വരേണ്ടതുണ്ട്. പക്ഷേ ഫോർച്ചുനേറ്റ്ലി BJPയുടെ ഈ അടുത്ത വർഷങ്ങളിൽ ഒരു ചരിത്രമൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പുറമേ നിന്നുള്ള, അപ്പോൾ രമേശൊക്കെ കേഡർ സ്വഭാവത്തിൽ വളർന്നു വന്നു. അപ്പോൾ ഒരുപാട് VIP പ്രൊഫൈലുള്ള ഒത്തിരി നേതാക്കന്മാർ വരുന്നുണ്ട്. അപ്പോൾ അവരെ ഇൻക്ലൂസീവായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ പറഞ്ഞ ഒരു എഫേർട്ട് വീക്കാവുന്നില്ലേ ഈ ജനങ്ങളുമായിട്ടുള്ള നിരന്തര ബന്ധത്തിലൂടെ? അല്ല, അതും നമുക്ക് ആവശ്യമാണല്ലോ, അത്തരം ആളുകൾ ആവശ്യമാണല്ലോ. ഓർഗനൈസേഷൻ്റെ സ്ട്രെങ്ത്തും വേണം, അതിൻ്റെ സ്ട്രക്ചറും വേണം. അതോടൊപ്പം നമ്മളിപ്പോൾ ഒരാളെ ലീഡറാക്കിയിട്ട് വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ഒരു 10, 15, 20 വർഷം ശ്രമിക്കുന്നു. നമുക്ക് അങ്ങനെയുള്ള ഒരാളെ കിട്ടിയെന്നിരിക്കട്ടെ, നമ്മൾ 25 വർഷത്തെ നമ്മുടെ പരിശ്രമം നമുക്ക് അത് ഗുണമായി മാറുക, അല്ലെങ്കിൽ അത് നമുക്ക് ആനുകൂല്യം കൂടുതൽ കിട്ടുകയാണ്. അപ്പോൾ പുതിയ ആളുകൾ BJP സെൻട്രൽ പാർട്ടിയിൽ അങ്ങനെ തന്നെ ധാരാളം വരുന്ന ആളുകൾക്ക് അവസരം കൊടുക്കും, എല്ലാവർക്കും അവസരം കൊടുക്കും. പിന്നെ ഞങ്ങളൊരിക്കലും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മാത്രമല്ലല്ലോ BJP സംഘടന. BJP ജയിക്കുമ്പോഴും തോൽക്കുമ്പോഴും സംഘടനയായിട്ട് തന്നെ മുമ്പോട്ട് പോകും. അതിലൊരു വെള്ളം ചേർക്കില്ല. അതായത് അപ്പോൾ ഇങ്ങനെ കോപ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന പൊളിറ്റിക്സിൽ കോപ്റ്റ് ചെയ്യുക, അതായത് വേറെ പാർട്ടികളിലുള്ളവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ പ്രൊഫൈൽ പബ്ലിക് പ്രൊഫൈലുള്ളവർ. അപ്പം ഈ BJPയുടെ ഒരു കേഡർ സ്വഭാവം വെച്ചിട്ട് ഇത്തരം ആളുകളെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് അപ്പുറമായിട്ട് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? അവരവരുടെ കഴിവിനനുസരിച്ച്, സംഘടനാ കഴിവിനനുസരിച്ച് നമ്മൾ ഉപയോഗപ്പെടുത്തും, എല്ലാവരും ഉപയോഗപ്പെടുത്തും. പൊസിഷൻസ് കൊടുക്കും, പലരും ഒന്നുമില്ല ഗവൺമെൻറ് പൊസിഷൻസ് കൊടുക്കും. കേന്ദ്ര സർക്കാരിൻ്റെ പല സ്ഥാപനങ്ങളുണ്ട്, അതിൽ അവർ കൊടുക്കും. എന്താണോ ഓരോരുത്തർക്കും ഗുണകരമാകുന്നത്, ഓരോരുത്തർക്കും സാധിക്കാവുന്നതാണോ അങ്ങനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് BJP സ്വീകരിക്കുന്ന സമീപനം. ഞങ്ങൾ പാർട്ടിയിലേക്ക് വരുന്ന ഒരാളെയും തള്ളിക്കളയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം BJP ഒരു കാലഘട്ടത്തിൽ BJP കേരളത്തിൽ വന്നിട്ടുള്ളത് സാധാരണ പ്രവർത്തകന്മാർ മറ്റു പാർട്ടികളിൽ നിന്ന് BJPയിലേക്ക് വന്നിട്ടാണ്. CPM എന്നും പ്രത്യേകിച്ച് CPM എന്നും പിന്നെ കോൺഗ്രസ് നമുക്ക് സാധാരണ പ്രവർത്തകന്മാർ BJPയിലേക്ക് വരിക ഞങ്ങൾ വന്നു. ആ കാലഘട്ടത്തിൽ നേതാക്കന്മാരും BJPയിലേക്ക് വരില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പ്രയോജനമില്ല. ഇന്നിപ്പോൾ പ്രവർത്തകന്മാർ മാത്രമല്ല നേതാക്കന്മാരും വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉൾക്കൊള്ളും. BJPയിലേക്ക് ഒരാൾ വരുമ്പോൾ ഒരു മറ്റൊരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആളുകൾ വരുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്ന അയാൾ ഇത്ര കാലവും പൊതുപ്രവർത്തനത്തിന് ഇൻവെസ്റ്റ് ചെയ്ത ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൂടി ഞങ്ങൾക്ക് കിട്ടുകയാണ്. അപ്പോൾ
അപ്പോൾ അതുകൊണ്ട് ഞങ്ങളത് വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്നു. എല്ലാവരെയും സ്വീകരിക്കും, എല്ലാവർക്കും പ്രോപ്പറായിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. ഇതൊരു കൈൻഡ് ഓഫ് അക്കോമഡേഷനാണ് ഇത് രാഷ്ട്രീയത്തിൽ. അപ്പോൾ അതിൽ വരാവുന്ന ഒരു വൈരുദ്ധ്യം, ഒരു കോൺഫ്ലിക്റ്റ് ഏരിയ എന്ന് പറയുന്നത്, ഇപ്പം ഒരുപാട് വർഷങ്ങളായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും മുഴുവൻ സമയം അവർ നീക്കിവെക്കുകയും ചെയ്ത ആളുകൾക്ക് അവർക്കൊരു അക്കോമഡേഷൻ കിട്ടേണ്ടതുണ്ട്. പൊസിഷൻസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അവരുടെ അവസരങ്ങളിലെ ഡിവിഷനല്ലേ ഇവർ വരുമ്പോൾ നടക്കുന്നത്? അല്ല, എല്ലാവർക്കും ഇതിൽ അക്കോമഡേഷൻ കൊടുക്കാൻ പറ്റും. കാരണം BJP ഒരു പോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പ്രവർത്തിക്കുന്നില്ല. നമ്മൾ ചുമതല BJPക്കകത്ത് 2 തരത്തിലാണ്. നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന പോസ്റ്റ് ഉണ്ടാകും, അതേ സമയത്ത് അവിടെ റെസ്പോൺസിബിലിറ്റി ഉണ്ടാകും. ഇപ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് പബ്ലിക്കിൻ്റെ മുമ്പിലൊരു പോസ്റ്റാണ്. പക്ഷേ പാർട്ടിക്കകത്ത് വരുമ്പോൾ അയാളുടെ ചുമതല വേറെയാണ്. അയാൾ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൻ്റെ, ഒരു ജില്ലയുടെ അല്ലെങ്കിൽ ഒരു പകുതി ജില്ലയുടെ ചുമതലയാണ് അയാൾക്ക് ഉണ്ടാകുന്നത്. പാർട്ടിക്കകത്ത് അതാണ് പ്രധാനം. അപ്പോൾ ഇത് രണ്ടും രണ്ടാണ്. അപ്പം നമ്മൾ വരുന്ന ധാരാളം ആളുകളെ, പുതിയ ആളുകളെ സംസ്ഥാന ഭാരവാഹികളാക്കും, ദേശീയ കമ്മിറ്റി മെമ്പർമാരാക്കും. അപ്പം മറ്റു പാർട്ടികളുമായി കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുക ഇതാണ് ഏറ്റവും പ്രധാനം. പക്ഷെ പാർട്ടിക്കകത്തേക്ക് വരുമ്പോൾ എല്ലാവർക്കും അറിയാം ഒരു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നുള്ള ചുമതലയേക്കാൾ പ്രധാനമായിരിക്കും ഒരു ജില്ലയുടെ പ്രഭാരി. ഇപ്പോൾ അതിൽ ക്ലാരിറ്റി വന്നു. കാരണം അതൊരു പ്രവർത്തന ശൈലിയുടെ വ്യത്യസ്തമായ ഒരു പ്രവർത്തന ശൈലിയാണ്. കാരണം പബ്ലിക് പ്രൊഫൈലുള്ള പോസ്റ്റ് അല്ല, പാർട്ടിക്കുള്ള പോസ്റ്റാണ് പ്രധാനം. അതാണ് പാർട്ടിയുടെ ദൈനംദിന പ്രവർത്തനത്തിന് അവരാണ് നേതൃത്വം കൊടുക്കുക, അവരാണ് ഡിസിഷൻ മേക്കിംഗ്. ഈ വരുന്ന വിവിധ പോസ്റ്റിലിരിക്കുന്ന ആളുകളല്ല പാർട്ടിയുടെ ദൈനംദിന കാര്യങ്ങൾ തീരുമാനിക്കുക. പാർട്ടിയുടെ ദൈനംദിന കാര്യങ്ങളുടെ ഡിസിഷൻ മേക്കർ എന്ന് പറഞ്ഞാൽ ഇവരാണ്. അപ്പം അവർക്കതിൽ പുതിയ ആളുകൾ വരുന്ന അക്കോമഡേഷൻ കൊടുക്കുക, അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അവരെന്ത് ചെയ്യണമെന്ന് ഇവരാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അതിലൊരു കോൺഫ്ലിക്റ്റ് ഒരിക്കലും വരില്ല. ഓക്കെ, അതാണ് അതിൻ്റെ കേഡർ സ്വഭാവം, RSSൻ്റെ ഒരു പ്രവർത്തന സംവിധാനത്തിൽ. അപ്പോൾ ഇൻവിസിബിളായിട്ട് വേറൊരു ഫോഴ്സ് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും, BJPയുടെ ഡിസിഷൻ മേക്കിംഗ്. യെസ്. അപ്പം രമേശ് ശരിക്കും 2001 തെരഞ്ഞെടുപ്പിൽ വരുന്ന ആളാണ്. അപ്പം അത്ര എങ്ങായിരുന്നിരിക്കണം അന്ന്? എനിക്ക് തോന്നുന്നത് 30യുടെ താഴെയാണ്. 30. അപ്പം BJPയിൽ അത്ര ഏർലി, അത്ര യങ് ആയിരിക്കത്തന്നെ തെരഞ്ഞെടുപ്പിൽ വന്നവർ കുറവായിരിക്കില്ലേ? കാരണം ഞാൻ 2001 എന്നുള്ള കാലവും കൂടി ഉണ്ട്, പക്ഷേ കുറവായിരിക്കും. ഞാൻ 2001 യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിൽക്കുന്ന സമയത്താണ് മത്സരിക്കുന്നത്. ഞാൻ വളരെ ചെറുപ്പത്തിൽ യുവമോർച്ച പ്രസിഡൻ്റായിട്ടുള്ള ഒരാളാണ്. ഞാൻ യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് ആകുമ്പോൾ എനിക്ക് 27 വയസ്സാണ്. ആ കാലഘട്ടത്തിൽ അത്രയും പ്രായക്കുറവിൽ ആരും പ്രസിഡൻ്റായിട്ടില്ല. അതേതാ വർഷം? ഞാൻ പ്രസിഡന്റ് ആവുന്നത് 98ലാണ്. 98ലാണ് പ്രസിഡന്റ്, 2001. അപ്പോൾ ഞാൻ 30-31 വയസ്സിലാണ് മത്സരിക്കുന്നത്. അപ്പോൾ അതിൽ ചെങ്ങന്നൂർ എന്ന BJPയുടെ ഒരു A ക്ലാസ് മണ്ഡലമായിരുന്നു. ഒരിക്കലും എനിക്ക് പാർട്ടി സീറ്റ് തരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഒന്ന് മത്സരിക്കണമെന്നേ നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. സാധാരണ നമ്മൾ സ്ഥിരം ചെയ്യാറ് ഏതെങ്കിലും അസംബ്ലി മണ്ഡലത്തിൻ്റെ മുഴുവൻ സമയ പ്രവർത്തകനാവുക എന്നുള്ളതാണ്. അതുവരെ നമ്മൾ സ്വീകരിച്ച ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ അങ്ങനെ മുഴുവൻ സമയ പ്രവർത്തകരായി നിന്നിട്ട്. പക്ഷേ ആ പ്രാവശ്യം പാർട്ടി എന്നോട് മത്സരിക്കാൻ വേണ്ടി പറഞ്ഞു. ചെങ്ങന്നൂരാണ് എനിക്ക് തന്നത്. അപ്പോൾ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ചെങ്ങന്നൂരിൽ നല്ല വർക്കുമായിരുന്നു, ആൾക്കാർക്കൊരു കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ അതെനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്കതൊരു നല്ല അനുഭവമാണ്, അത്രയും ചെറിയ പ്രായത്തിൽ മത്സരിക്കാൻ സാധിക്കുക. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 50 വയസ്സൊക്കെ ആകുമ്പോഴേക്കും എനിക്ക് പാർട്ടിയിലെ ഏതാണ്ട് എല്ലാ പൊസിഷനിലും ഇരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അത് അങ്ങനെ എല്ലാവർക്കും കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് അങ്ങനെ പാർട്ടി തന്നിട്ടുണ്ട്. അപ്പം ഞാൻ യുവമോർച്ച പ്രസിഡൻ്റായി കഴിഞ്ഞ് പാർട്ടിയിലേക്ക് വന്ന് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആകുന്ന സമയത്ത് എനിക്ക് 30-35 വയസ്സേ ഉള്ളൂ. 34-35 വയസ്സിലാണ് ഞാൻ ജനറൽ സെക്രട്ടറി ആകുന്നത്. ആ പ്രായത്തിൽ ജനറൽ സെക്രട്ടറി ആകുന്ന ആളുകളൊന്നും കേരളത്തിൻ്റെ ചരിത്രത്തിലേ ഉണ്ടായിട്ടില്ല സത്യത്തിൽ, അത്രയും ചെറിയ പ്രായത്തിൽ. അപ്പോൾ അതൊക്കെ പാർട്ടി നമുക്ക് തരുന്നതാണല്ലോ, നമുക്ക് സീനിയർ ആളുകൾ ഇല്ലാഞ്ഞിട്ടല്ലല്ലോ. അപ്പം അങ്ങനെ അവസരം കിട്ടുന്നത് കൊണ്ടാണ് നമുക്ക് പെർഫോം ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഗ്രോത്തിൻ്റെ അതായത് സംഘടനാപരമായ വളർച്ചയാണ്, ഞാൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമല്ല, ആ സംഘടനാപരമായ രാഷ്ട്രീയ വളർച്ചയിൽ ഇനിയിപ്പോൾ രമേശ് എത്തിപ്പെടേണ്ട ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ പാർട്ടി പ്രസിഡന്റ് എന്നുള്ള സ്ഥാനത്തേക്ക് കഴിയുക. യു ആർ സോ യങ്, വളരെ ചെറുപ്പമാണ്. അപ്പം ആ സാധ്യതകളും തുറന്നു കിടക്കുകയല്ലേ? അല്ല, പറയാൻ പറ്റില്ല നമുക്ക്. അത്തരമൊരു ഞാൻ പറഞ്ഞല്ലോ, ഇതുവരെയുള്ള നമ്മുടെ ഒരു ജീവിതത്തിൽ ഒരു പോസ്റ്റും ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ട് എനിക്ക് പാർട്ടി തന്നിട്ടുള്ളതല്ല. പാർട്ടി സ്വമേധയാ എനിക്ക് തന്നിട്ടുള്ളതാണ്.
നാളെ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ആകാൻ ഞാൻ ഫിറ്റാണെന്ന് പാർട്ടിക്ക് തോന്നുന്നൊരു ഘട്ടത്തിൽ ആ പോസ്റ്റ് എനിക്ക് തരുമായിരിക്കും. അത് പാർട്ടിയാണല്ലോ തീരുമാനിക്കേണ്ടത്. ഓരോ കാലഘട്ടത്തിലും പാർട്ടി എടുക്കുന്ന തീരുമാനമാണ് പ്രധാനം. അങ്ങനെ അത് ആ ചുമതല എടുക്കണമെന്ന് പറഞ്ഞാൽ അത് എടുക്കും. കാരണം എനിക്കെന്നെ സംബന്ധിച്ചിടത്തോളം എന്താണോ തീരുമാനിക്കുന്നത്, ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. ഇന്ന പോസ്റ്റ് എടുക്കണമെന്ന് പോസ്റ്റ് എടുത്തു, മത്സരിക്കണമെന്ന് മത്സരിച്ചു. ഞാൻ ഒരു തിരഞ്ഞെടുപ്പിലും എനിക്ക് ഇന്ന സീറ്റ് വേണം, എനിക്ക് മത്സരിക്കണം എന്ന് ഇതുവരെ പാർട്ടി നേതൃത്വത്തോട് ഏതെങ്കിലും ഒരു സീറ്റ് എനിക്ക് വേണം ഞാൻ പറഞ്ഞിട്ടില്ല. കേരളത്തിൽ ജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകളുള്ള സമയത്താണ് ഞാനൊക്കെ തോൽക്കുന്നു 100% ഉറപ്പുള്ള സീറ്റ് മത്സരിച്ചത്. എനിക്ക് വേണമെങ്കിൽ അവകാശവാദം വന്ന് ഉന്നയിക്കാമായിരുന്നു. ഞങ്ങൾ ഉന്നയിച്ചിട്ടില്ല. എന്താണോ പാർട്ടി നമ്മളോട് പറയുന്നത് അത് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ശീലം. പറയുന്ന കാര്യങ്ങൾ ഏറ്റെടുത്ത് പെർഫോം ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് മാത്രം പോയി പെർഫോം ചെയ്യുക എന്നുള്ളതല്ല, നമ്മളോട് പറയുന്ന സ്ഥലത്ത് നമുക്ക് പെർഫോം ചെയ്യാൻ പരിശ്രമിക്കുക. അതാണ് ഒരു ചെയ്യേണ്ടതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് നാളെ ഇപ്പോൾ വേറൊരു പോസ്റ്റ് എടുക്കണമെന്ന് പാർട്ടിയോട് പറഞ്ഞാൽ ഞാനത് കൊടുക്കും. അത് നമ്മളുടെ അച്ചടക്കത്തിൻ്റെ ഭാഗം. അപ്പോൾ 2005 ഒരു നമ്മൾ ഇപ്പോൾ തോൽവികൾ വരുന്നുണ്ട്. 2021 തോൽവി, 2024 തോൽവി, ഇതൊക്കെ വരുന്നു. അപ്പോൾ അങ്ങനെ പിന്നീടൊരു പ്രസിഡൻറ്റ് അധ്യക്ഷനെ കണ്ടെത്തേണ്ട ഒരു സാഹചര്യം വരുന്നു. സ്വാഭാവികമായിട്ട് കേരളത്തിൽ നിന്ന് പ്രവർത്തന പാരമ്പര്യമുള്ള ആരെങ്കിലും BJP അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമെന്നുള്ളൊരു ധാരണ പൊതുവായിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനെ മറികടന്നിട്ടുള്ളൊരു തീരുമാനമാണ് കേന്ദ്രത്തെ നേതൃത്വം എടുത്തത്. ആ തീരുമാനം എടുക്കുന്നതിൽ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാരിലുണ്ടായിരുന്ന വിശ്വാസക്കുറവായിരുന്നോ കേന്ദ്ര നേതൃത്വത്തെ അതിന് പ്രേരിപ്പിച്ചത്? എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം ഈ പാർട്ടി കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 20% വോട്ട് നേടി, ഒരു സീറ്റ് ജയിച്ചു, 2 സീറ്റിൽ വിജയത്തിൻ്റെ അടുത്ത് വരെ എത്തി. കേരളത്തിലെ BJP നേതാക്കന്മാരല്ലേ ഈ നേട്ടം ഉണ്ടാക്കിയത്. കേരളത്തിലെ BJP നേതാക്കന്മാരും കേരളത്തിലെ പാർട്ടി പ്രവർത്തകന്മാരും കഷ്ടപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണല്ലോ. തീർച്ചയായിട്ടും. പിന്നെ ഒരു സുപ്രഭാതത്തിൽ ആ ലീഡർഷിപ്പിന് എന്തിനാണ് പാർട്ടി കേന്ദ്ര നേതൃത്വം വിശ്വസിക്കേണ്ടത്? നമുക്ക് തെരഞ്ഞെടുപ്പിൽ വിജയവും പരാജയവും ഉണ്ടായിട്ടുണ്ട്. ഓരോ ഘട്ടത്തിലും മാക്സിമം നമ്മൾ പരിശ്രമിക്കുന്നു, റിസൾട്ട് കിട്ടുന്നു. അതിൻ്റെ അൾട്ടിമേറ്റ് ആയിരുന്നു 2020. പിന്നെ പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് പുതിയൊരാൾ വരിക എന്ന് പറയുന്നത് അതിൽ പാർട്ടി കേന്ദ്ര നേതൃത്വം എന്തെങ്കിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ പോലെ പ്രൊഫൈലുള്ള പ്രൊഫഷണലായിട്ടുള്ള ഒരാളാണ് കേരളത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വിജയിക്കാൻ ആവശ്യം എന്ന് പാർട്ടിക്ക് തോന്നുകയാണ്. കേന്ദ്ര പാർട്ടി എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും വിശദമായി പരിശോധിച്ചതിന് ശേഷം എടുക്കുന്ന തീരുമാനമാണ്. അങ്ങനെ തീരുമാനമെടുക്കുന്നതുകൊണ്ടാണ് BJP എല്ലാ സ്ഥലത്തും ജയിക്കുന്നത്. BJP സംസ്ഥാനങ്ങൾ ജയിക്കുമെന്ന് പറയുന്നത് ഓരോ സംസ്ഥാനത്തിൻ്റെയും സാഹചര്യത്തെ വിലയിരുത്തി ഈ കാലഘട്ടത്തിൽ അവിടെ ആരാണ് സൂട്ടബിൾ എന്ന് അവർ കണ്ടെത്തി ആ സൂട്ടബിളായിട്ടുള്ള വ്യക്തിയെ അവിടെ പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ വിജയമാണ്. അപ്പോൾ ഒരു കെമിസ്ട്രി രൂപപ്പെടുത്തുന്നതിൽ കേന്ദ്ര പാർട്ടിയുടെ വിജയമാണ് എല്ലാ സംസ്ഥാനങ്ങളും BJP ജയിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് കേരളത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ ഒരു പുതിയ മുഖം വേണം. പ്രത്യേകിച്ചും കേരളത്തിൽ BJPക്ക് പുതിയ വോട്ടർമാരെ സ്വാധീനിക്കാൻ, പുതിയ ജനവിഭാഗങ്ങളെ സ്വാധീനിക്കാൻ ഒരു പ്രൊഫഷണൽ ടച്ച് കേരള BJPക്ക് വേണം എന്നൊരു പക്ഷേ കേന്ദ്ര പാർട്ടിക്ക് തോന്നിയിട്ടുണ്ടാകും. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റ് ആകുമ്പോഴും ഒരു ടീമായിട്ടാണല്ലോ മുമ്പോട്ട് പോകുന്നത്, അല്ലാതെ ഒരു വ്യക്തി ഒറ്റക്കല്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഗുണം BJPക്ക് ഉണ്ട്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റ് ആയതിനു ശേഷം ഞാൻ എപ്പോഴും പറയാറുണ്ട്, കേരള BJPക്ക് വന്നിട്ടുള്ള ഒരു അടിസ്ഥാനപരമായ മാറ്റം എന്ന് പറയുന്നത് പാർട്ടി പ്രവർത്തനത്തിലേക്ക് നല്ല പ്രൊഫഷണലിസം കടന്നു വന്നിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ അത് ഏറ്റവും ആവശ്യമാണ്. കാരണം പരമ്പരാഗതമായിട്ടുള്ള സമ്പ്രദായത്തിനപ്പുറത്ത് BJPയുടെ എല്ലാ ഘടകങ്ങളും ഏതെങ്കിലും ഒരു ടീമിനെ കോൺഗ്രസ് ഒക്കെ ചെയ്യുന്ന പോലെ ഒരു ടീമിനെ പുറത്ത് കൊണ്ടുവന്ന് അങ്ങനെ ഒരു ഏച്ചു കെട്ടുന്ന പരിപാടിയില്ല. പാർട്ടിയുടെ ഏറ്റവും താഴെയുള്ള പ്രവർത്തകന്മാരെ ആ ഘടകങ്ങളെ പ്രൊഫഷണലായിട്ട് മാറ്റുകയാണ്. അപ്പോൾ അത് രാജീവ് ചന്ദ്രശേഖർ വന്നു കഴിഞ്ഞാൽ 6 മാസം കൊണ്ട് അദ്ദേഹം വരുന്നത് പ്രാഥമികമായ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ വിജയം ലക്ഷ്യമിട്ടുകൊണ്ടാണോ? തീർച്ചയായിട്ടും. അപ്പം ആ ഒരു സിംഗിൾ പോയിന്റ് അജണ്ടയാണ് പാർട്ടിക്ക് മുന്നിലുള്ളത്. അത് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന് മറിച്ച് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഇല്ല, അദ്ദേഹം തന്നെ പറഞ്ഞ പോയിന്റ് എന്നാണ്. അദ്ദേഹം പറഞ്ഞത് ഞാനിവിടെ വന്നിട്ടുള്ളത് നേതാവാകാൻ വേണ്ടിയിട്ടല്ല, ഞാനിവിടെ വന്നത് നേതാക്കന്മാരെ ഉണ്ടാക്കാനാണ്, MLA-മാരെയും MP-മാരെയും മന്ത്രിമാരെയും ഉണ്ടാക്കാനാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് എന്ന് അദ്ദേഹം വളരെ ക്ലാരിറ്റി. അദ്ദേഹം തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മത്സരിക്കാൻ ഇറങ്ങുന്നു എന്ന് കേൾക്കുന്നു. നേമത്ത് ശരിയാണോ? അത് അദ്ദേഹത്തിൻ്റെ പേരാണ് നേമത്ത് സജീവമായി വന്നിട്ടുള്ളത്. ആത്യന്തികമായി പ്രഖ്യാപനം വേണ്ടത് ഡൽഹിയിലാണ്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ അഭിപ്രായം ഏകകണ്ഠമാണ്, നേമത്ത് അദ്ദേഹം മത്സരിക്കണമെന്നുള്ളത്. കാരണം ഒരു ലീഡർഷിപ്പ് വേണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പ്രാവശ്യം ഞങ്ങൾ മത്സരിക്കുന്നത്
കേരളത്തിൽ ഭൂരിപക്ഷം ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ്. ഇപ്പോൾ ഒരു എം എൽ എ ഇല്ല എന്നുള്ളത് ശരിയാണ്. ഒരു എം എൽ എ ഇല്ലാത്ത പാർട്ടി എങ്ങനെയാണ് ഭൂരിപക്ഷം ജയിക്കണമെന്ന് ചോദിക്കുന്നവരാണ്. പക്ഷേ അത് കേരളത്തിൻ്റെ മാത്രം സാഹചര്യം നാം ചിന്തിക്കുന്നതാണ്. BJP ഭരിച്ചിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും ഒറ്റ എം എൽ എ ഇല്ലാതെ ഞങ്ങൾ ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ ഒരു ഭൂരിപക്ഷത്തോടു കൂടി കേരളത്തിൽ ഭരണം പിടിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഞങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഒരാൾ വേണം. അപ്പോൾ അത് രാജീവ് ചന്ദ്രശേഖരാണ് ഏറ്റവും സൂട്ടബിൾ എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം മത്സരിക്കണമെന്ന് ഞങ്ങൾ അഭിപ്രായപ്പെട്ടു. അപ്പോൾ അദ്ദേഹം മത്സരിക്കാതിരുന്നെങ്കിൽ ഈ പറയുന്ന രാഷ്ട്രീയ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ നേതൃപരമായ റോള് കേരളം മുഴുവൻ അദ്ദേഹത്തിന് എടുക്കാൻ പറ്റില്ലായിരുന്നു. അതിപ്പോഴും ചെയ്യും. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മണ്ഡലവും കൂടി നോക്കേണ്ട ഉത്തരവാദിത്വം വരില്ലേ? അത് രണ്ടും മാനേജ് ചെയ്തു പോകാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്, ഇപ്പോഴും സാധിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം കേരളം മുഴുവൻ യാത്ര ചെയ്തിട്ട് രാഷ്ട്രീയ പ്രവർത്തനവും സംഘടനാ പ്രവർത്തനവും നടത്തുന്ന സ്റ്റൈലല്ല അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. അദ്ദേഹം തിരുവനന്തപുരത്ത് കേന്ദ്രമായിരുന്നുകൊണ്ട് അത്യാവശ്യത്തിന് മാത്രം അദ്ദേഹം പുറത്തു പോകുന്നുള്ളൂ. ബാക്കി എല്ലാവരെയും യാത്ര ചെയ്യിച്ച് പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ടീം ക്യാപ്റ്റനാണ്. ടീം ക്യാപ്റ്റൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ എന്ന് പറയുന്നത് അയാൾ സ്വന്തം ഗോളടിക്കലല്ല. ടീം ക്യാപ്റ്റൻ എന്ന് പറയുന്നത് എല്ലാവർക്കും പന്ത് കൊടുക്കുക, എല്ലാവർക്കും ഗോളടിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക, അതിലൂടെ ടീമിനെ വിജയിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ കേരളത്തിൽ അങ്ങനെ പൊതുവെ കാണാത്തൊരു രീതിയാണത്. മറ്റിപ്പോൾ CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും. അതോടൊപ്പം BJP നമ്മളത് മുന്നേ കണ്ടിട്ടില്ല. BJP അധ്യക്ഷന്മാരൊക്കെ കേരളം ഉടനീളം യാത്ര ചെയ്യും. അതൊരു സക്സസ് ഫോർമുലയാണോ? ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചാണ്. കാരണം അതാണ് ഞാൻ പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. എന്താണ് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം. എല്ലാ നേതാക്കന്മാർക്കും റോളുണ്ട്. ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പിൽ ചെയ്തിട്ടുള്ളത് BJPയുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാർക്കും ഓരോ പെർട്ടിക്കുലർ സ്ഥലം കൊടുത്തു. അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി പറഞ്ഞു. അവിടെ എക്സ്പീരിയൻസ്, അവിടെ സാധ്യതകൾ, അവരുടെ സ്വാധീനം, അവരുടെ ബഹുജന പിന്തുണ, ഇതെല്ലാം അവിടെ കേന്ദ്രീകരിച്ചു. അതിൻ്റെ ഗുണമാണ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുരളീധരനെ പോലെയുള്ള ഒരു നേതാവ്, അദ്ദേഹത്തോട് പാർട്ടി പറഞ്ഞിട്ടുള്ളത് മുഴുവൻ കേരളത്തിൽ ക്യാമ്പയിൻ നടത്താനല്ല, കഴക്കൂട്ടം അസംബ്ലി മണ്ഡലത്തിലെ 10-14 വാർഡുകൾ മാത്രം കേന്ദ്രീകരിക്കാനാണ്. ആ വാർഡുകൾ മുഴുവൻ ജയിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഈവൻ സംസ്ഥാന പ്രസിഡന്റ് പോലും നിയമമണ്ഡലത്തിലാണ് കേന്ദ്രീകരിച്ചത്. 10-18 വാർഡ് അവിടെ നിന്ന് ജയിപ്പിക്കാൻ സാധിച്ചു. അപ്പോൾ ഞങ്ങളിങ്ങനെ കേരളം മുഴുവൻ എല്ലാവരും എല്ലായിടത്തും പോകുന്നതിന് പകരം റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന സ്ഥലത്ത് കേന്ദ്രീകരിക്കണം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളതാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന സ്ഥലത്ത് ആളുകൾ കേന്ദ്രീകരിച്ച് മത്സരിച്ച് ജയിക്കണം എന്നുള്ളത് തന്നെയാണ്. ഓക്കെ. ഇപ്പോൾ 2005 ഈ രാജീവ് ചന്ദ്രശേഖരൻ വരുന്നതിന് മുൻപുള്ള കുറച്ച് മാസങ്ങൾ, ഈ ഒരു പ്രസിഡൻ്റ് ഇല്ലാത്ത മാസങ്ങളില്ല, ആ ഘട്ടത്തിൽ എപ്പോഴെങ്കിലും രമേശിൻ്റെ പേര് അധ്യക്ഷ സ്ഥാനത്തേക്ക് ആരെങ്കിലും പ്രചരിപ്പിക്കുകയോ ചെയ്തിരുന്നു? പ്രസിഡന്റ് ഇല്ലാത്തൊരു കാലഘട്ടം BJPക്ക് ഉണ്ടായിട്ടില്ല. സുരേന്ദ്രൻ മാറുകയും രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റ് ആവുകയും ചെയ്യുന്നത് ഒറ്റ ദിവസമാണ്. കാരണം അത് ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായിട്ടാണ്. പുതിയ പ്രസിഡന്റ് കാലാവധി കഴിഞ്ഞു, പുതിയ പ്രസിഡന്റിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് കുറേ പേരുകളുണ്ടായിരുന്നു. എൻ്റെ പേരുണ്ടായിരുന്നു. ഒരു പേര് മാത്രമല്ല, കേരളത്തിൽ നിന്ന് 2-3 പേരുകൾ പരിഗണിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം പരിഗണിച്ചതിന് ശേഷമാണ് ഈ പേരിലേക്ക് കേന്ദ്ര നേതൃത്വം എത്തിയിട്ടുള്ളത്. എൻ്റെ പേരിങ്ങനെ ഓരോ സന്ദർഭത്തിലും പറയാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അത് പരിഗണിക്കുക എന്നുള്ളത് തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ അതിൽ തന്നെ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര പാർട്ടിയാണ്. അവർക്ക് തീരുമാനമെടുക്കുന്ന സമയത്ത് എന്താണ് അവരെ സ്വാധീനം ചെയ്യുന്നത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അവർ പല കാര്യങ്ങളും നോക്കിയിട്ട് സൂട്ടബിൾ പേഴ്സൺ, ഓരോ കാലഘട്ടത്തിലെയും സൂട്ടബിൾ പേഴ്സണെ അവർ തിരഞ്ഞെടുക്കും. അത്രയേ ഉള്ളൂ.